ഹേ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു റമദാൻ 4 അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് നോമ്പ് തുറയുണ്ട് ഉമ്മാൻ്റെ വീട്ടിൽ. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ പതിവ് പോലെ ഞങ്ങൾ ഗേറ്റ് അടവിൻ്റെ അവിടെ കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ട്രെയിന് പോയിട്ടുണ്ട് കേട്ടോ. അതാ ട്രെയിൻ പോകുന്നുണ്ട്. പിന്നെ ട്രെയിനൊക്കെ പോയതിൻ്റെ ശേഷം ഗേറ്റ് തുറന്നു. അപ്പോൾ ഇതാ ഗേറ്റിൻ്റെ അവിടെ ഭയങ്കര വിശാലത ട്രെയിൻ പോയതിൻ്റെ ശേഷം കേട്ടോ. അപ്പോൾ വൈക്കന്ന് ഫിദാനിയോ ഓരോ ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓരവിടെ എത്താനായി അയക്കണം കേട്ടോ. പിന്നെ ഞാൻ ഓരില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാറിൽ പോയി മാമൻ്റെ കൂടെ. അപ്പോൾ ഇതാ പൂരപ്പോയ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ എത്താനായിട്ടുണ്ട് കേട്ടോ ഉമ്മാൻ്റെ വീട്ടിൽ. അങ്ങനെ ഇതാ വീണ്ടും ഒരു ഗേറ്റ് കടന്ന് ഞങ്ങളിത് അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഈ ഇടവഴിക്കൂടെ ഒന്ന് പോയാൽ മാത്രം മതി. അങ്ങനെ ഇതാ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. എത്തി ഓട്ടോന്നൊക്കെ മിന്നാവിനെയൊക്കെ ഇറങ്ങി. അപ്പം മുറ്റത്ത് ഇതാ ഫൈസാനും ഷെയ്മോനും കളിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉള്ളിലൊക്കെ കയറി. അപ്പോൾ ഇതാ ഈ കാണുന്ന വീട് ഞങ്ങൾ അമ്മമ്മാൻ്റെ വീടാണ് കേട്ടോ. അതിപ്പോൾ പൊളിച്ചിട്ട് വേറെ വീട് എടുക്കുകയാണ്. അപ്പോൾ ഇത് അടുക്കളയിൽ പോയൊക്കെയപ്പോൾ ഇന്ന് സമൂസൊക്കെ ഉണ്ടാക്കുകയാണ്. സമൂസൊക്കെ ഇതാ പതിരൊക്കെ ആക്കി ഓരോന്നിച്ച് റെഡി ആവുന്നുണ്ട്. പിന്നെ ഇത് കോയടക്കുള്ള മാവാണ് കേട്ടോ. അങ്ങനെ കോയടക്കുള്ള മാവ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇത് എന്തിനോടുള്ള അരിച്ചിലാണ്, ഇത് എന്തിനാന്ന് എനിക്കറിയില്ല. പിന്നെ ഇന്ന് മുന്തിരി ജ്യൂസാണ്. അപ്പോൾ ജ്യൂസിന് മുന്തിരി ഇവിടെ പുഴുങ്ങാട്ടിക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ ഉമ്മച്ചിയും നൗഫിയാമയും കൂടെ സമൂസ ഉണ്ടാക്കുകയാണ് കേട്ടോ. എന്താ കളിക്കണേ? വണ്ടി ഓടിക്കാൻ നോക്കാന് പോയേക്കാം. അപ്പൊ ഉണ്ട് കളിച്ചേ പൊടി കുട്ടികളായ പോച്ചാ പോണ് അങ്ങനെ കോയടേൻ്റെ മാവുകൊണ്ട് കോയടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇതവിടെ കോയട പൊരിക്കൽ തുടങ്ങി കേട്ടോ. സമൂസ ഇത് അപ്പുറത്ത് ആയിക്കൊണ്ടിരിക്കണേ. പിന്നെ ഇനി ഇതവിടെ വണ്ടി ഓട്ടി കഴിഞ്ഞില്ല. ഇതാ ഞങ്ങൾ മൂച്ചുമലൊക്കെ മാങ്ങ ഒക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഈ പ്രാവശ്യം. പിന്നെ ഇത് അതിൻ്റെ ആ മൂച്ചുമ തന്നെ കേട്ടോ ഞങ്ങൾ ഊഞ്ഞാലും കെട്ടിയിട്ടുള്ളത്. പിന്നെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് വൈകുന്നേരമാണ്. അപ്പോൾ ഇതാ നോമ്പിറക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കണം കേട്ടോ. പൊരിക്കടിയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണേ. പിന്നെ ഈ പച്ച കളറിലുള്ള വെള്ളം, പച്ചമാങ്ങ കൊണ്ടുള്ള എന്തോ ഒരു വെള്ളം. പിന്നെ ഇത് അടുക്കള ഭാഗത്ത് 2 ടേബിളും കൊലായി ഭാഗത്തും 2 ടേബിൾ ഇട്ടിക്കണം കേട്ടോ. ഒരു ദാർപ്പായൊക്കെ വെച്ച് കെട്ടി അവിടെ ഫോൺ കണ്ട് നെസ്ലത അവിടെ അന്നുത ഇവിടെ. ഇതിൻ്റെ ഉള്ളിൽ ഗൈസ് കുറച്ച് ആൾക്കാരുണ്ട്, ഫോൺ കാണുകയാണ് അല്ലേ. ഹായ് ഹായ് പറയടോ. ആ എന്നാ ടാറ്റ ബൈ ബൈ ആക്കിക്കണ്. വായിലും അടച്ചു. പ്രേതത്തിന്റെ കഥ എന്താണ്? പൊരിക്കടിയൊക്കെ റെഡിയാക്കിയതിന് ശേഷം ദാ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തത് നല്ല റെഡിയാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം സെറ്റാക്കി ടേബിളിൽ വെച്ചിട്ടുണ്ട്. ഇനി ബാങ്ക് കൊടുക്കണ്ടേ വേണ്ടുള്ളൂ. അങ്ങനെ ഞങ്ങളെല്ലാവരും പിന്നെ പുറത്ത് അടുക്കള ഭാഗത്തുള്ള ടേബിൾമേലാണ് കേട്ടോ ഇരുന്നത്. നിത ഫിദ ഉണ്ട്, പിന്നെ നെഹല ഉണ്ട്, നെസ്ല ഉണ്ട്, പിന്നെ അന്നുണ്ട്, പിന്നെ ഞാനും ഉണ്ട്. അങ്ങനെ എല്ലാവരും ഫോൺ തോണ്ടി എന്തൊക്കെയോ കാര്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ബാങ്ക് കൊടുത്ത് ഈത്തപ്പഴം തുറന്ന ശേഷം ഞാനിത് പച്ച കളറുള്ള വെള്ളം കുടിച്ചു. പിന്നെ സമൂസൊക്കെ എടുത്ത് തിന്നു. അങ്ങനെ 4 നോമ്പ് കഴിഞ്ഞു. അപ്പോൾ ഇനി മുതൽ ഉള്ള വീഡിയോസിൽ ഞാൻ രാവിലത്തെ വ്ളോഗൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഒരാഴ്ചത്തെ ശേഷം എനിക്ക് സ്റ്റഡി ലീവിന് ശേഷം സ്കൂൾ തുറക്കുകയാണ് കേട്ടോ നാളെ. അപ്പം ഞാൻ നോമ്പ് തുറന്നത് നോമ്പ് പറഞ്ഞോ? പള്ളിയിലൊക്കെ പോയതിന് ശേഷം മെയിൻ ഫുഡ് വിളമ്പാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ പൊരിച്ചത് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് പ്ലേറ്റിക്ക് മാറ്റിയൊക്കെ ഉണ്ട്. പിന്നെ തൈര് അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും പോയി ലാസ്റ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാതിരുന്നത്. അതും ഞങ്ങൾ ഒന്നിച്ചിട്ട് തന്നെയായിരുന്നു കേട്ടോ ഫുഡ് കഴിച്ചത്. അപ്പോൾ ഇതാ ബിരിയാണി, പിന്നെ അതേപോലെ നാരങ്ങച്ചാറും, പിന്നെ ചിക്കൻ പൊരിച്ചതും തൈരുമാണ് കേട്ടോ ഉള്ളത്. എല്ലാവരും നോമ്പറഞ്ഞ ക്ഷീണത്തിലിരുന്നു. പിന്നെ അത് രാത്രി എല്ലാവരും പോയതിൻ്റെ ശേഷം അവർ ഗെയിം കളിക്കൽ തുടങ്ങിയിട്ടുണ്ട്. രാത്രി ഗൈസ് ഞങ്ങൾ 3 ആളും കൂടെ സോഡ വാങ്ങാൻ പോവാണ്. ഇപ്പോൾ ട്രെൻഡാണല്ലോ അച്ചാർ സോഡ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി സോഡ വാങ്ങാൻ പോവാണ് ഗൈസ്. ഇവിടെ ഇരുട്ട്
സൂപ്പർ മാർക്കറ്റ് പോവാ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണാം. അതെല്ലാവർക്കും ബൈ.